ശബരിമലയിൽ പ്രത്യേക പരിഗണന നൽകിയ സംഭവത്തിൽ പോലീസ് ഒരു സഹായവും ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷപ്ന, ശബരിമലയിൽ ദിലീപ് VIP ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്. ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഇന്ന് ഈ വിഷയം പരിഗണനയ്ക്കും വരുന്നു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നടൻ ദിലീപിന് സന്നിധാനത്ത് പ്രത്യേക പരിഗണന നൽകി എന്ന ആരോപണം നിഷേധിക്കുകയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നാണ് ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത്. ദിലീപിന് പോലീസ് അത്തരത്തിൽ ഒരു സഹായവും ചെയ്തില്ല. പോലീസിന്റെ സഹായത്തോടെ അല്ല സോപാനത്ത് മുൻനിരയിൽ എത്തിയത്. ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് സഹായമൊരുക്കിയത്. ദിലീപ് ഈ ഹരിവരാസന കീർത്തനം പാടുന്നതിന് തൊട്ട് മുമ്പാണ് ശബരിമലയിൽ എത്തുന്നത്. ഈ ദേവസ്വം ഗാർഡുകൾ അപ്പോൾ ദിലീപിന് മുൻനിരയിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ ദർശനത്തിനുള്ള അവസരം ഒരുക്കി. സംസ്ഥാന പോലീസ് ഇതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തിയിട്ടില്ല. എല്ലാ ഭക്തരെയും ഒരേ രീതിയിലാണ് പോലീസ് പരിചരിച്ചത്. അല്ലെങ്കിൽ പോലീസ് അത്തരത്തിൽ അവിടെ സൗകര്യം ഒരുക്കിയത്. മറ്റ് ആർക്കും തന്നെ യാതൊരു പ്രിവിലേജും പോലീസ് നൽകിയിട്ടില്ല എന്ന് സ്പെഷ്യൽ പോലീസ് ഓഫീസർ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദിലീപിന് ഇത്തരത്തിൽ സൗകര്യം ഒരുക്കിയത് ദേവസ്വം ഗാർഡുകളാണ് എന്ന് പറയുമ്പോൾ പോലും വിജിലൻസ് ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ശബരിമലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് ഇത് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഹൈക്കോടതി തീരുമാനിക്കുക. ശരി ഷപ്ന, ഇന്നിപ്പോൾ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് അവിടെ പോയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സോപാനം സ്പെഷ്യൽ ഓഫീസറും ഈ ഹൈക്കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചാണ് റിപ്പോർട്ട് നൽകിയത്. VIP ദർശന വിവാദത്തിൽ മനഃപൂർവ്വമല്ലാത്ത പിഴവ് സംഭവിച്ചു എന്നായിരുന്നു സോപാനം സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. കോടതി വലിയ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. കാരണം ആ സമയത്ത് ഒരുപാട് പേരുടെ ദർശനം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ദർശനം കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഈ ദർശനം ഇങ്ങനെ ഒരു VIP ദർശനം അവിടെ നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഇന്ന് ഈ പലവിധമായ റിപ്പോർട്ടുകൾ സത്യവാങ്മൂലങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ എന്തായിരിക്കും കോടതി സ്വീകരിക്കുന്ന നിലപാട്, എന്താവും ഈ ഒരു വിഷയത്തിൽ കോടതി പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.